വന്നത് കണ്ടോ, വളരെ ക്വിക്കായിട്ട് തന്നെ പോകുന്നുണ്ട്. അതേപോലെ ജസ്റ്റ് ഈ ഒരു വെഹിക്കിൾ ഒന്ന് ഹോൾഡ് ചെയ്യുന്നതും ജസ്റ്റ് ഒന്ന് നോക്കിക്കോളൂ. ഇപ്പോൾ വെഹിക്കിൾ എടുക്കാൻ വേണ്ടി പോവാണ്. ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് മഹീന്ദ്രയുടെ ഏറ്റവും പുതിയ മോഡലായിട്ടുള്ള മഹീന്ദ്ര ഇലക്ട്രിക് ഓട്ടോ ട്രയോ പ്ലസ് എന്ന് പറഞ്ഞിട്ടുള്ള മോഡലാണ്. മെറ്റൽ ബോഡിയോട് കൂടി വന്നിട്ടുള്ള ഈ ഒരു വെഹിക്കിളിൻ്റെ കുറച്ച് വിശേഷങ്ങൾ നമുക്കിന്ന് നോക്കാം. അപ്പോൾ നമുക്കറിയാമല്ലോ, ഇന്ത്യൻ വിപണിയിലേക്ക് ആദ്യം ഇലക്ട്രിക് ഓട്ടോസ് എന്ന് പറഞ്ഞ് നമ്മൾ കണ്ടു തുടങ്ങിയത് മഹീന്ദ്രയുടെ ട്രയോ മോഡൽസ് ആണ്. അപ്പോൾ നമ്മൾ ലാസ്റ്റ് ഒരു 9 months മുന്നേ ഇതിൻ്റെ ഏറ്റവും പുതിയ മോഡൽ വന്നിട്ടുള്ള എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു മോഡലിൽ ട്രയോ പ്ലസിലേക്ക് വരുമ്പോഴത്തേക്കും മെറ്റൽ ബോഡി കുറച്ചുകൂടെ സ്ട്രെങ്ത് കൂടിയിട്ട് കുറച്ചുകൂടെ സ്ട്രോങ് ആയിട്ട് വന്നിട്ടുണ്ട് എന്നുള്ളതാണ് പ്രധാന മാറ്റം. പിന്നെയും കുറച്ച് കാര്യങ്ങളുണ്ട്, അതിലേക്ക് വരാം. അതേപോലെ തന്നെ മഹീന്ദ്രയുടെ ലാസ്റ്റ് മൈൽ മൊബിലിറ്റിയുടെ ഭാഗമായിട്ടുള്ള വെഹിക്കിൾസ് എല്ലാം തന്നെ നോക്കുമ്പോഴത്തേക്കും ഇന്ത്യയിലെ ടോപ്പായിട്ട് തന്നെ നിൽക്കുന്ന ഇലക്ട്രിക് മോഡൽസ് നമ്മൾ കണ്ടു കഴിഞ്ഞു. അപ്പോൾ ഇനി എന്തായാലും നമുക്ക് ഈ ഒരു മോഡലിലെ മാറ്റങ്ങൾ വെച്ച് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ശരിക്കും കുറച്ചുകൂടെ സേഫ്റ്റി സൈഡ് കൂട്ടിയിട്ടാണ് ഈ ഒരു മോഡൽ വന്നിട്ടുള്ളത്. മെയിനായിട്ട് ഈ ഒരു മെറ്റൽ ബോഡി വന്നു എന്നുള്ളതാണ്. കണ്ടോ, ഈ ഒരു ഭാഗങ്ങളെല്ലാം ഫുൾ കവർ ചെയ്തേക്കുന്നത് മെറ്റൽ ബോഡിയിലാണ്. അപ്പോൾ അത് ആ ക്വാളിറ്റി കുറച്ചുകൂടെ കൂട്ടിയിട്ടാണ് ഈ ഒരു വെഹിക്കിൾ വന്നിട്ടുള്ളത്. അതേപോലെ നമുക്കിപ്പോൾ ഓർക്കും മെറ്റൽ ബോഡി കുറച്ച് വന്നപ്പോഴത്തേക്കും വെയിറ്റ് കൂടി കഴിയുമ്പോഴത്തേക്കും റേഞ്ചിൽ ഡ്രോപ്പ് വന്നിട്ടുണ്ടാവും എന്നുള്ളൊരു തോട്ട് വരും അല്ലേ? ഇല്ല, ശരിക്കും 167 ഒക്കെയാണ് സർട്ടിഫൈഡ് റേഞ്ച് പറയുന്നതെങ്കിലും 150 ഒക്കെ ട്രൂ റേഞ്ചിലേക്ക് കിട്ടുന്നൊരു ഓട്ടോ കൂടിയാണ് ഈ ഓട്ടോ കൂടിയാണ് നമ്മുടെ ട്രയോ പ്ലസ്. ശരിക്കും നമ്മളിപ്പം ഒരു 2-3 വർഷമൊക്കെ ഒന്ന് പുറയിലേക്ക് നോക്കുകയാണെങ്കിൽ തന്നെ ഇപ്പോൾ ഈ ഒരു അടുത്ത് ഒരുപാട് ഇലക്ട്രിക് ഓട്ടോസ് ഇറങ്ങുന്നുണ്ട് അല്ലേ? കാരണം നമ്മുടെ ഒരു ഡെയിലി പർപ്പസിലേക്ക് അല്ലെങ്കിൽ ഡെയിലി ഓട്ടോ ഓടുന്നവർക്ക് നല്ല പ്രോഫിറ്റബിൾ ആയിട്ട് ഇപ്പം ഡെയിലി നമുക്ക് പോക്കറ്റ് ഫില്ല് ആവുന്നുണ്ട് എന്നാണ് പൊതുവെയുള്ള യൂസർ ഫീഡ്ബാക്സും അല്ലെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സ്റ്റഡി ചെയ്തപ്പോൾ മനസ്സിലായത്. അപ്പം നമുക്ക് ഈ ഒരു മഹീന്ദ്രയുടെ സൈഡിൽ നോക്കുവാണെങ്കിൽ 3-wheeler ഇലക്ട്രിക് ഓട്ടോ രംഗത്ത് ശരിക്കും നല്ലൊരു ലീഡിങ് ഒരു കമ്പനി ആയിട്ടാണ്, അല്ലെങ്കിൽ ഒരുപാട് ഓട്ടോറിക്ഷകൾ ഇറങ്ങുന്നുണ്ട് മഹീന്ദ്രയുടെ സൈഡിൽ നിന്ന്. അപ്പം ഈ ഒരു ട്രിയോയുടെ ഒരു ഹിസ്റ്ററി നമ്മുടെ ആദ്യം വിപണിയിലേക്ക് വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 2018 മഹീന്ദ്ര ആദ്യം ട്രിയോനെ അവതരിപ്പിക്കുന്നത്. അപ്പോൾ ഇപ്പോഴത്തെ ഒരു മാർക്കറ്റ് സ്റ്റഡി പ്രകാരം നമുക്കിപ്പം 50,000+ യൂണിറ്റ് ഇന്ത്യയിൽ വിറ്റഴിക്കപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട്. അത് മാത്രമല്ല ട്രിയോ ഓട്ടോസ് കവർ ചെയ്തിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ 1.03 ബില്യൺ കിലോമീറ്റേഴ്സാണ് കവർ ചെയ്തിട്ടുള്ളത്. അപ്പം ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ഇപ്പം നമ്മുടെ ഈ ഒരു വിപണിയിൽ നോക്കുമ്പോഴത്തേക്കും ഒരുപാട് ഇലക്ട്രിക് ഓട്ടോസ് കാണുന്നുണ്ട്. ഇത്രയും കിലോമീറ്റേഴ്സും പ്രൂവ്ഡായിട്ട് കവർ ചെയ്ത് കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ഒരു 17,000 മെട്രിക് ടൺ ഓഫ് CO2 എമിഷൻ കുറയ്ക്കാൻ സാധിച്ചിട്ടുണ്ട്. അപ്പം ഓവറോൾ വരുമ്പോഴത്തേക്കും നമുക്കറിയാം പ്രകൃതിക്ക് ദോഷമുണ്ടാക്കാത്ത രീതിയിലുള്ള വെഹിക്കിൾസ് ആണല്ലോ ഇലക്ട്രിക് വെഹിക്കിൾസ്. അപ്പം നമുക്ക് CO2 എമിഷൻ ഈ ഒരു ഓട്ടോ കൊണ്ട് ഒരുപാട് കുറയ്ക്കാനും സാധിച്ചിട്ടുണ്ട്. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഓവറോൾ പറയാനുള്ളത്. അപ്പോൾ നമുക്ക് എന്തായാലും ഈ ഒരു ട്രയോ പ്ലസ് മെറ്റൽ ബോഡിയുടെ കുറച്ചധികം ഡീറ്റെയിൽസ് ഒന്ന് നോക്കാം. അപ്പോൾ ഇതിൽ ഏറ്റവും ബെസ്റ്റ് പാർട്ടെന്ന് പറയുന്നത് ഇതിൻ്റെ ബാറ്ററി ആ ഒരു സൈഡാണെന്ന് അറിയാമല്ലോ. 10.24 kWh ബാറ്ററി പാക്ക് വളരെ സേഫായിട്ട് ഈ ഒരു ഭാഗത്തായിട്ട് വെച്ചിട്ടുണ്ട്. അതും നല്ലൊരു കവറിങ് മെറ്റൽ കവറിങ്ങോട് കൂടിയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. വളരെ സേഫ് ആൻഡ് സെക്യൂർ ആയിട്ടാണ് പ്ലേസ് ചെയ്തിട്ടുള്ളത്. അപ്പം ഓവറോൾ ഈ ഒരു വെഹിക്കിളിൻ്റെ സേഫ്റ്റി സൈഡ് കൂടി എന്ന് വേണേൽ പറയാം. കാരണം മെറ്റൽ ബോഡിയും കൂടെ ഒക്കെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും കുറച്ചുകൂടെ സേഫ്റ്റി സൈഡ് കൂടിയിട്ടുണ്ട്. അതേപോലെ തന്നെ ഇതിനകത്ത് കിട്ടുന്ന ഒരു മാക്സിമം സ്പീഡ് എന്ന് പറയുന്നത് 55 km/h ആണ് കേട്ടോ. അത്യാവശ്യം നല്ല റെസ്പോൺസീവായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നൊരു മോഡലാണ്. ഇപ്പം ട്രിപ്പൊക്കെ വളരെ ഫാസ്റ്റായിട്ട് പോയിട്ട് വരാനൊക്കെ പറ്റുന്നുണ്ട്. ഇപ്പം നമ്മൾ കുറച്ച് ദൂരമൊക്കെ ഓടിച്ചിട്ടുണ്ടായിരുന്നു. സോ ഇതിൻ്റെ ഇപ്പം മുന്നേ എടുത്തിട്ടുണ്ടായിരുന്ന മോഡലിനേക്കാൾ കുറച്ചുകൂടെ ബെറ്റർ റൈഡിങ് കംഫർട്ടും അല്ലെങ്കിൽ കുറച്ചുകൂടെ സ്റ്റെബിലിറ്റി തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ കൂടിയിട്ടുണ്ട് എന്നാണ് പേഴ്സണലി ഫീൽ ചെയ്തത്. അപ്പം നിങ്ങളൊക്കെ ഒന്ന് റൈഡ് എടുത്തിട്ട് ഒന്ന് അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റിലോ അല്ലെങ്കിൽ ആതിരമല്ലി ഒഫീഷ്യൽ എന്ന ഇൻസ്റ്റാഗ്രാം പേജിലോ ഒന്ന് മെസ്സേജ് ചെയ്യാം കേട്ടോ. ഇനി ഈ വെഹിക്കിളിൻ്റെ ബാറ്ററി പാക്കിൻ്റെ വാറണ്ടി നോക്കുമ്പോഴത്തേക്കും 5 വർഷമാണ് കേട്ടോ. അതേപോലെ തന്നെ ബാറ്ററി എന്ന് പറയുമ്പോഴത്തേക്കും AS 156 സർട്ടിഫൈഡ് ബാറ്ററിയും കൂടിയാണ്. അപ്പം ആ ഒരു സർട്ടിഫിക്കേഷനും കാര്യങ്ങളൊക്കെ പക്കയാണ്. അതായത് ഇതിൻ്റെ ഡ്യൂറബിലിറ്റിയും അതേപോലെ തന്നെ സേഫ്റ്റി സൈഡും ഒക്കെ പെർഫെക്റ്റ് ആയിട്ട് നോക്കിയിട്ടാണ് ഈ ഒരു മോഡലിൽ വന്നിട്ടുള്ളത്. ഇപ്പോൾ എല്ലാ വാഹനങ്ങൾക്കും ഉള്ളൊരു കാര്യമുണ്ടല്ലോ, അതായത് നമുക്കൊരു ആപ്ലിക്കേഷൻ്റെ സപ്പോർട്ട് ബ്രാൻഡ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. മഹീന്ദ്ര ഈ ഓട്ടോയിൽ നിന്ന് നമുക്ക് നൽകുന്നത് വെച്ച് കഴിഞ്ഞാൽ നിമോ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ആപ്ലിക്കേഷൻ്റെ സപ്പോർട്ട് കിട്ടുന്നുണ്ട്. അത് ത്രൂ നമുക്ക് കുറച്ചധികം കാര്യങ്ങൾ കിട്ടുന്നുണ്ട്. അതായത് ഡ്രൈവേഴ്സിൻ്റെ ട്രിപ്പിൻ്റെ പ്ലാന്, റൂട്ട്സ്, ഫെസിലിറ്റീസ്, ഈസി നാവിഗേഷൻ, അറ്റൻഷൻ അലേർട്ട്, സർവീസ് റിമൈൻഡേഴ്സ്, പിന്നെ നമ്മുടെ തൊട്ടടുത്തുള്ള ചാർജിങ് സ്റ്റേഷൻസൊക്കെ ലൊക്കേറ്റ് ചെയ്യാൻ വേണ്ടി കുറേ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അങ്ങനെ തുടങ്ങിയിട്ട് വെഹിക്കിളിന് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് ട്രാക്ക് ചെയ്യാനും ഫുൾ ഡീറ്റെയിൽസ് ഈ ഒരു ആപ്ലിക്കേഷൻ ത്രൂ കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഡ്രൈവേഴ്സിനൊക്കെ വളരെ യൂസ്ഫുൾ ആകുന്ന വിധം വളരെ ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു ആപ്ലിക്കേഷനാണ്. ഇനിയിപ്പോൾ നമുക്ക് ഈ ഒരു മെയിൻ ഭാഗം നോക്കുമ്പോഴത്തേക്കും വളരെ സ്പേഷ്യസ് ആയിട്ടുള്ളൊരു ഇൻറ്റീരിയറാണ് കേട്ടോ. ഇപ്പം അതിലിപ്പം നമുക്ക് ഈ ഒരു വെഹിക്കിൾ ഫുൾ ചാർജ് ചെയ്യാൻ വേണ്ടി 4.5 മണിക്കൂറോളം ടൈം എടുക്കുന്നുണ്ട്. ആ ഒരു ഫുൾ ചാർജ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് കിട്ടുന്ന സർട്ടിഫൈഡ് റേഞ്ച് എന്ന് വെച്ച് കഴിഞ്ഞാൽ 167 പിന്നെ ട്രൂ റേഞ്ചിൽ 150 ഒക്കെ കിട്ടുന്ന ഒരു ട്രൂ റേഞ്ചിൽ കിട്ടുന്നുണ്ട്. അപ്പം ഇതിൻ്റെ ഒരു മാക്സിമം പവർ എന്ന് വെച്ച് കഴിഞ്ഞാൽ 8 kW പവറും 42 Nm ടോർക്കുമാണ് ഈ ഒരു വെഹിക്കിളിൽ നിന്ന് കിട്ടുന്നത്. അതേപോലെ തന്നെ 2 മോഡ്സ് ഈ ഒരു വെഹിക്കിളിനുണ്ട്. അതായത് എക്കോ മോഡും ബൂസ്റ്റ് മോഡും ഉണ്ട്. അത് വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് ഷിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ
ബൂസ്റ്റ് മോഡ്. ഇപ്പോൾ അത്യാവശ്യം കുറച്ച് പെർഫോമൻസ് നോക്കി ഓടിക്കണമെങ്കിൽ ബൂസ്റ്റ് മോഡിൽ ഓടിക്കാൻ വേണ്ടിയുള്ളതേ ഉള്ളൂ. കുറച്ച് എക്കോ ഫ്രണ്ട്ലി ആയിട്ട് കുറച്ചുകൂടെ നമുക്ക് ഇപ്പോൾ റേഞ്ചൊക്കെ കൂടുതൽ കിട്ടാൻ വേണ്ടി എക്കോ മോഡുണ്ട്. സോ അതിട്ട് ഡ്രൈവ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു മോഡും കൊടുത്തിട്ടുണ്ട്. അത് വളരെ ഈസി ഷിഫ്റ്റിംഗ് ആണ് ഇവർ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. അതേപോലെ തന്നെ ഇതിൻ്റെ സ്വിച്ചസ് നോക്കുവാണെങ്കിൽ ഇപ്പം നമുക്ക് ഡ്രൈവേഴ്സിന് വളരെ കൺവീനിയൻ്റ് ആയിട്ടുള്ള രീതിയിലാണ് ഫിക്സ് ചെയ്തിട്ടുള്ളത്. ഇപ്പം ന്യൂട്രൽ, ഫ്രണ്ട്, റിവേഴ്സ് ഓപ്ഷൻസ് ഉണ്ട്. ഇപ്പോൾ ജസ്റ്റ് കീ ഓൺ ചെയ്ത് ഹാൻഡ് ബ്രേക്ക് എടുത്ത് നമ്മൾ ജസ്റ്റ് ഫസ്റ്റിലേക്ക് ഒന്നിട്ട് കഴിയുമ്പോഴത്തേക്ക് പെട്ടെന്ന് കണ്ടോ വളരെ ക്വിക്കായിട്ട് തന്നെ പോകുന്നുണ്ട്. അതുപോലെ തന്നെ റിവേഴ്സ് ആണെങ്കിലും ജസ്റ്റ് ഒന്ന് സ്വിച്ചിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വളരെ സൗണ്ടോട് കൂടിയിട്ട് കണ്ടോ വളരെ ഫാസ്റ്റ് ആയിട്ടുള്ളൊരു റെസ്പോൺസ് ആണ്. ആ ഒരു റിവേഴ്സിലെ ആ ഒരു ബീപ്പ് സൗണ്ടൊക്കെ വളരെ സൗണ്ടിലാണ് കേട്ടോ. കാരണം കുറച്ചുകൂടെ നമുക്ക് ഡ്രൈവേഴ്സിനും അല്ലെങ്കിൽ നിയറുള്ള ആളുകൾക്കൊക്കെ ഒരു പെട്ടെന്നൊരു അലേർട്ട് കിട്ടുന്ന രീതിയിലുള്ള സൗണ്ടാണ് ഇവർ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഹാൻഡ് ബ്രേക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഫോർ സേഫ്റ്റി. പിന്നെ നമുക്ക് പ്രത്യേകിച്ച് നമ്മൾ ഇലക്ട്രിക് ഓട്ടോസൊക്കെ ഓടിക്കുമ്പോൾ ശ്രദ്ധിക്കുന്ന ഒരു കാര്യമുണ്ടല്ലോ, വളരെ സൗണ്ട് കുറവാണ്. അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് ഹോണൊക്കെ അടിച്ചിട്ട് നമ്മൾ നിയർ ആരെങ്കിലും ഉണ്ടെങ്കിൽ വളരെ ശ്രദ്ധിച്ച് ഓടിക്കണം എന്നുള്ളതാണ് ശരിക്കും. അപ്പോൾ ജസ്റ്റ് നമുക്ക് ഈ ഒരു ഫ്രണ്ട് പോർഷൻ നോക്കുമ്പോഴത്തേക്കും ഫ്രണ്ടിൽ ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടായിരുന്നു, എനിക്കിതിൻ്റെ ഈ ഒരു വൈഡായിട്ടുള്ള സ്ക്രീൻ നമുക്ക് ബൈക്കൊക്കെ ഓടിക്കുന്ന അതൊരു ഫീൽ തന്നെയാണ്. കാരണം ഇത്രയും വലിയൊരു സ്ക്രീൻ കിട്ടുന്നുണ്ട്, അത് നല്ല രസമാണ്. അതേപോലെ നമുക്കിപ്പം ക്ലസ്റ്റർ സൈഡ് നോക്കുവാണെങ്കിൽ തന്നെ ഡീറ്റെയിൽ ആയിട്ട് എല്ലാ കാര്യങ്ങളും അറിയുന്ന ഒരു ക്ലസ്റ്റർ ഉണ്ട്. ഇപ്പം പിന്നെ ആപ്ലിക്കേഷൻ സപ്പോർട്ട് ഉള്ളതുകൊണ്ട് കൂടുതലും ഡീറ്റെയിൽസ് അതിൽ നമുക്ക് കിട്ടുന്നുണ്ട്. അതിൽ റേഞ്ചും ടോട്ടൽ കിലോമീറ്റർ, ഓഡോമീറ്റർ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളും എല്ലാം കാണിക്കുന്നുണ്ട്. പിന്നെ യൂട്ടിലിറ്റി നോക്കുമ്പോഴത്തേക്കും ചാർജിങ് ഓപ്ഷൻ നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ട് കാണാം. കുറച്ചൊരു ഫോണോ പേപ്പേഴ്സോ ഒക്കെ വെക്കേണ്ട ഒരു സ്പേസ് ഉണ്ട്. പിന്നെ ലോക്ക് ചെയ്യാവുന്ന രീതിയിലുള്ളൊരു ഡാഷ്ബോർഡ് ഈ ഒരു ഭാഗത്തായിട്ട് കാണാം. അങ്ങനെയായിട്ടുള്ള കാര്യങ്ങൾ എന്തായാലും ഈ ഒരു ഭാഗത്തായിട്ടുണ്ട്. അതുപോലെ ഇതിൻ്റെ ഒരു മോട്ടർ, ഇലക്ട്രിക് മോട്ടർ വരുമ്പോഴത്തേക്കും IP67 റേറ്റ് ആയിട്ടുള്ള മോട്ടറാണ്. ഡസ്റ്റ് ആൻഡ് വാട്ടർ പ്രൂഫ് ആയിട്ടുള്ള മോട്ടറാണ്. 5 വർഷമോ അല്ലെങ്കിൽ 1,20,000 കിലോമീറ്ററോ ആണ് ഇതിൻ്റെ ഒരു വാറണ്ടി കിട്ടുന്നത് കേട്ടോ. വളരെ പെർഫോമൻസ് ആയിട്ട് കിട്ടുന്നൊരു മോട്ടറാണ്. ഇപ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞില്ലേ, ഡ്രൈവ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കുമാണ് അതിൻ്റെ ഒരു പുള്ളിങ്ങും അതിൻ്റെ ഒരു കംഫർട്ടും കാര്യങ്ങളൊക്കെ മനസ്സിലായത്. അതുപോലെ തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു ഹാൻഡ്ലിംഗ് ഉണ്ടല്ലോ വളരെ ലൈറ്റ് വെയിറ്റ് ആണ്. സോ നമുക്കൊരു കൂളായിട്ട് തന്നെ നമുക്ക് ബൈക്ക് ഓടിക്കുന്ന ഒരു ഫീൽ തന്നെ കൊണ്ടു നടക്കാൻ പറ്റുന്നുണ്ട് എന്നാണ് എനിക്ക് ഫീൽ ചെയ്തത് കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് ഈ ഒരു വെഹിക്കിളിൻ്റെ സൈഡ് പ്രൊഫൈലിലേക്ക് നോക്കുമ്പോഴത്തേക്കും ഈ ഒരു സെഗ്മെൻറ്റ് വെച്ച് നോക്കുവാണെങ്കിൽ തന്നെ ലോങ്ങസ്റ്റ് വീൽ ബേസ് ഉള്ളൊരു മോഡലാണ് നമുക്ക് ട്രയലിൽ നിന്ന് കിട്ടുന്നത് കേട്ടോ. അതായത് 2073 mm ആണ് ഇതിൻ്റെ ഒരു വീൽ ബേസ് വരുന്നത്. അതേപോലെ തന്നെ ഗ്രൗണ്ട് ക്ലിയറൻസ് നോക്കുവാണെങ്കിൽ 142 mm ആണ് ഗ്രൗണ്ട് ക്ലിയറൻസ് കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ കുറച്ചുകൂടെ കംഫർട്ടും അതേപോലെ തന്നെ സ്റ്റെബിലിറ്റി തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ കിട്ടുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ ഒരു മെറ്റൽ ബോഡിയോട് കൂടിയിട്ടൊക്കെ വന്നപ്പോഴത്തേക്കും കുറച്ചുകൂടെ ആ ഒരു സ്റ്റെബിലിറ്റി സൈഡൊക്കെ കുറച്ചുകൂടി ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട് എന്നാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത് കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് ഈ ഒരു വെഹിക്കിളിൻ്റെ ഡയമെൻഷൻസ് നോക്കുമ്പോഴത്തേക്കും 2769 mm ആണ് ഇതിൻ്റെ ലെങ്ത്ത് വരുന്നത്. വിഡ്ത്ത് വരുമ്പോഴത്തേക്കും 1350 mm ആണ് വിഡ്ത്ത് വരുന്നത്. ഹൈറ്റ് നോക്കുമ്പോഴത്തേക്കും 1750 mm ഹൈറ്റും വരുന്നുണ്ട്. അപ്പം നമ്മൾ ജസ്റ്റ് ഡ്രൈവ് എടുത്തിട്ട് ജസ്റ്റ് പുറത്തേക്കൊന്ന് ഇറങ്ങി ഒരു കയറ്റത്തിൻ്റെ അവിടെ വന്ന് നിൽക്കുകയാണ് കേട്ടോ. അതായത് ഈ ഒരു വെഹിക്കിൾ ഹിൽ ഹോൾഡ് അസിസ്റ്റ് വന്നിട്ടുണ്ടെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. എല്ലാ വെഹിക്കിൾസിലും ഇപ്പം ഓൾമോസ്റ്റ് ഇലക്ട്രിക് ആണെങ്കിലും നോർമൽ വെഹിക്കിൾസൊക്കെ ആണെങ്കിലും ഈ ഒരു ഹിൽ ഹോൾഡ് അസിസ്റ്റ് വളരെ സപ്പോർട്ടിംഗ് ആയിട്ട് വേണ്ട ഒരു കാര്യമാണ്, ഒരു ഫീച്ചറാണ്. അപ്പോൾ അതെന്തായാലും ഈ ഒരു ഓട്ടോയിൽ വന്നിട്ടുണ്ട്, അത് കാണിച്ചു തരാം. അതേപോലെ തന്നെ ഈ ഒരു വെഹിക്കിളിൻ്റെ ഗ്രേഡബിലിറ്റി എന്ന് പറയുന്നത് 12 ഡിഗ്രിയോളം വരുന്നുമുണ്ട്. അപ്പോൾ ജസ്റ്റ് നമുക്ക് ഈ ഒരു കയറ്റത്തിൻ്റെ ഒന്ന് കയറ്റം കയറിയിട്ട് ഇതിൻ്റെ പെർഫോമൻസ് എങ്ങനെയുണ്ടെന്ന് നോക്കാം. അതേപോലെ ജസ്റ്റ് ഈ ഒരു വെഹിക്കിൾ ഒന്ന് ഹോൾഡ് ചെയ്യുന്നതും ജസ്റ്റ് ഒന്ന് നോക്കിക്കോളൂ. ഇപ്പോൾ വെഹിക്കിൾ എടുക്കാൻ വേണ്ടി പോവാണ്. കണ്ടല്ലോ, വെഹിക്കിൾ വളരെ ഫാസ്റ്റായിട്ട് തന്നെ ഒരു തരി പോലും പുറകോട്ട് പോകാതെ ഫാസ്റ്റായിട്ട് മുന്നോട്ട് കയറി പോകുന്നുണ്ട്. അതായത് വെഹിക്കിൾ ഒന്ന് ഹോൾഡ് ചെയ്ത് ഒരു 2 to 3 സെക്കൻഡോളം വെഹിക്കിൾ ഹോൾഡ് ചെയ്യുന്നുണ്ട് നമുക്കൊരു സപ്പോർട്ടിന് വേണ്ടി. അതേപോലെ തന്നെ വളരെ ഫാസ്റ്റായിട്ട് കയറി പോകുന്നുണ്ടോ. അടുത്ത് ഈ ഒരു വെഹിക്കിളിൻ്റെ വളരെ അട്രാക്റ്റീവ് ഒരു പോസിറ്റീവ് പോയിന്റ് ആണ് കേട്ടോ. അതായത് നമുക്കറിയാം ഈ ഒരു വെഹിക്കിളിൻ്റെ ഇൻറ്റീരിയർ സ്പേഷ്യസ് വളരെ നല്ല സ്പേഷ്യസ് ആണ്. ഇപ്പം ഡ്രൈവർ സൈഡ് ആണെങ്കിലും അല്ലെങ്കിൽ പാസഞ്ചർ സൈഡ് ആണെങ്കിലും വളരെ സ്പേഷ്യസ് ആയിട്ടുള്ളൊരു ഇൻറ്റീരിയറും ഫ്രണ്ട് സൈഡും ആണ് കാണുന്നത്. അപ്പം നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ കറക്റ്റ് അറിയത്തില്ലേ. അപ്പം ഞാൻ ഇന്നൊരു ടേപ്പും കൊണ്ടാണ് വന്നിട്ടുള്ളത് എനിക്ക്. അപ്പോൾ കറക്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമുക്ക് ഡ്രൈവർ പോർഷൻ നോക്കുമ്പോഴത്തേക്കും ഒന്ന് അളന്ന് നോക്കാം അല്ലേ. അപ്പോൾ ഇതിൽ ജസ്റ്റ് ഫ്രണ്ട് ഡാഷ്ബോർഡ് ടു സീറ്റിൻ്റെ ഇത് ഈ ഒരു ഭാഗം വരെ നോക്കുവാണെങ്കിൽ തന്നെ ഇപ്പം നോക്കുമ്പോഴത്തേക്കും 14 ഇഞ്ചോളമാണ് ഇതിന് കിട്ടുന്നൊരു സൈസ്. അപ്പം ഓവറോൾ നോക്കുമ്പോഴത്തേക്കും ലെഗ് റൂം സ്പേസ് ഡ്രൈവർ പോർഷൻ അത്യാവശ്യം സ്പേഷ്യസ് ആണ്. ഇപ്പം കമ്പയർ ടു കോമ്പറ്റീറ്റേഴ്സ് നോക്കുമ്പോഴത്തേക്കും നല്ല സ്പേഷ്യസ് ആയിട്ടുള്ളൊരു ഫ്രണ്ട് പോർഷൻ നമുക്ക് കാണാം. അതേപോലെ തന്നെ പാസഞ്ചർ സൈഡ് നോക്കാം. പാസഞ്ചർ സൈഡാണ് ശരിക്കും ഞെട്ടിച്ച് കളഞ്ഞത്. നോക്കി വളരെ സ്പേഷ്യസ് ആയിട്ടുള്ളൊരു റിയർ സ്പേസ് ആണ് കാണുന്നത്. നോക്കി കണ്ടോ, ഒരു 3 പേർക്കൊക്കെ കംഫർട്ടബിൾ ആയിട്ട് പോകാം. അതുപോലെ തന്നെ അത്യാവശ്യം നല്ല ലഗേജ് ക്യാരി ചെയ്യാം, അങ്ങനെയായിട്ടുള്ള കാര്യങ്ങൾ. അതുപോലെ തന്നെ ഇൻറ്റീരിയർ ബ്രൈറ്റ്നസ് കാര്യങ്ങളൊക്കെ കുറച്ചുകൂടെ ഫ്രഷ് ആയിട്ടുള്ളൊരു ഫീലാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു പാസഞ്ചർ സൈഡിൽ നമുക്ക് ജസ്റ്റ് ടേപ്പ് വെച്ചൊന്ന് അളന്ന് നോക്കുമ്പോഴത്തേക്കും ഏകദേശം ഒരു 38 ഇഞ്ച് അടുത്തോളം നമുക്ക് ഒരു ഇൻറ്റീരിയർ സ്പേസ് കിട്ടുന്നുണ്ട്. അപ്പം അത് കാണിക്കാൻ വേണ്ടിയാണ് കേട്ടോ ശരിക്കും ഈ ഒരു ടേപ്പ് കൊണ്ട് വന്നത്. കാരണം നമുക്ക് അല്ലാതെ വീഡിയോയിൽ കാണുമ്പോൾ എത്രത്തോളം ഇൻറ്റീരിയർ സ്പേസ് ഫീൽ ചെയ്യുമെന്ന് അറിയത്തില്ലല്ലോ. സോ നോക്കുമ്പോഴത്തേക്കും ശരിക്കും
ഈ ഒരു ട്രയോ പ്ലസിനെ ട്രയോ മോഡൽസിനെ ഒക്കെ അട്രാക്റ്റീവ് ആക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ തന്നെ ഇതിൻ്റെ ഇൻറ്റീരിയർ സ്പേഷ്യസും ഓവറോൾ ഇതിൻ്റെ കംഫർട്ട് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് കേട്ടോ. ഇനിയിപ്പോൾ ജസ്റ്റ് നമുക്ക് ഈ ഒരു വെഹിക്കിളിൻ്റെ ഓവറോൾ ഫ്രെയിം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ നോക്കാം. ലൈറ്റ് വെയ്റ്റ് സ്റ്റീൽ സ്പേസ് ഫ്രെയിം ഡിസൈനാണ് ഇതിൽ കൊണ്ടുവന്നിട്ടുള്ളത്. അതായത് കുറച്ചുകൂടെ ഒരു ഗ്രേറ്റർ സ്ട്രെങ്ത് കിട്ടുന്നുണ്ട്. പിന്നെ മിനിമൈസിങ് വെയിറ്റ്, അതായത് കുറച്ചുകൂടെ വെയിറ്റ് ഒന്ന് കുറയ്ക്കാൻ വേണ്ടിയാണ് ഇങ്ങനത്തെ ടൈപ്പ് ഓഫ് ഒരു ഫ്രെയിം കൊണ്ടുവന്നിട്ടുള്ളത്. അതേപോലെ തന്നെ ഇത് കമ്പൈൻഡ് വിത്ത് നമുക്കിപ്പം മെറ്റൽ ബോഡി പ്ലസ് ഒരു ഫൈബർ പാർട്ടും കാണുന്നുണ്ട്. അതായത് ഓവറോൾ മെറ്റൽ പാർട്ടാണ് കൂടുതൽ. ഇപ്പം ഈ ഒരു ഭാഗങ്ങളും അല്ലെങ്കിൽ സൈഡും എല്ലാം മെറ്റൽ പാർട്ടാണ്. ഈ ഒരു ഡോസ് മാത്രമാണ് ഈ ഒരു ഭാഗം സ്ട്രോങ് ആയിട്ടുള്ളൊരു ഫൈബർ പാർട്ട് കാണുന്നത് കേട്ടോ. ബാക്കി ഓവറോൾ ഇപ്പോൾ ഒരു കോമ്പിനേഷൻ ഓഫ് മെറ്റൽ പ്ലസ് ഒരു ഫൈബർ പാർട്ടിലാണ് ഓവറോൾ കാണുന്നത്. അപ്പോൾ എന്തായാലും നമ്മൾ ഫുൾ ഡീറ്റെയിൽസ് നമ്മുടെ മഹീന്ദ്ര ട്രയോ പ്ലസിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് മെറ്റൽ ബോഡി വന്നിട്ടുള്ള മോഡലിൻ്റെ ഷെയർ ചെയ്തു. ശരിക്കും ഈ ഒരു ഇലക്ട്രിക് ഓട്ടോ കൊണ്ടുള്ള ലാഭം എന്തെന്നാൽ കമ്പയർഡ് ടു നമ്മളിപ്പം CNG വെഹിക്കിൾസ് ഒക്കെ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും ഒരു 5 വർഷം എടുത്തു കഴിഞ്ഞാൽ ഒരു 6 ലക്ഷം രൂപയോളം സേവ് ചെയ്യാൻ വേണ്ടി പറ്റും. അതായത് ഒരു വർഷത്തെ കണക്ക് നോക്കിയാൽ 1,20,000 രൂപയോളം നമുക്ക് സേവ് ചെയ്യാൻ വേണ്ടി പറ്റും. അതേപോലെ തന്നെ പറയാനുള്ളൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം മറ്റ് ഫ്യൂൽസ് നോക്കുമ്പോഴത്തേക്കും പെട്രോളോ CNG അല്ലെങ്കിൽ ഡീസലോ ഒക്കെ നോക്കുമ്പോഴത്തേക്കും അതിൻ്റെ റേറ്റ് എപ്പോഴും വേരി ചെയ്തുകൊണ്ടിരിക്കും അല്ലേ. കൂടിയാണ് ഇപ്പോൾ നമ്മൾ കണ്ടുവരുന്നത്. പക്ഷേ ഈ ഒരു ഇലക്ട്രിക് ചാർജിൻ്റെ കാര്യം നോക്കുമ്പോഴത്തേക്കും അധികം ചേഞ്ചസ് വരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഓവറോൾ നമുക്ക് ഈ പെർ യൂണിറ്റ് കോസ്റ്റും അല്ലെങ്കിൽ വീട്ടിൽ ചാർജ് ചെയ്യുമ്പോഴത്തേക്കും ഒക്കെ വളരെ ഫ്രണ്ട്ലി ആയിട്ടുള്ള കോസ്റ്റ് മാത്രമേ ആവുന്നുള്ളൂ. അതുകൊണ്ട് പെർ യൂണിറ്റ് കോസ്റ്റും അല്ലെങ്കിൽ ഓവറോൾ ഇപ്പം ഒരു ഫുൾ ചാർജ് ചെയ്യുമ്പോഴത്തേക്കും ഉള്ളൊരു കോസ്റ്റ് ഒക്കെ വളരെ കുറവാണ്. സോ അത് തന്നെയാണ് ശരിക്കും ഇലക്ട്രിക് ഓട്ടോൻ്റെ ലാഭവും. പിന്നെ നമുക്ക് ഈ ഒരു വെഹിക്കിളിന് പുറത്ത് കിട്ടുന്ന വാറണ്ടി, അതായത് മഹീന്ദ്ര നൽകുന്ന നല്ല കിടിലൻ വാറണ്ടിയാണ്. സ്റ്റാൻഡേർഡ് ആയിട്ട് തന്നെ 5 വർഷമോ അല്ലെങ്കിൽ 1,20,000 കിലോമീറ്ററോ സ്റ്റാൻഡേർഡ് ആയിട്ട് വാറണ്ടി കിട്ടുന്നുണ്ട്. അതും ബാറ്ററിക്കും മോട്ടറിനും എല്ലാം തന്നെ 5 വർഷത്തേക്ക് വാറണ്ടി കിട്ടുന്നുണ്ട്. അപ്പോൾ ഇനി എന്തായാലും ഈ ഒരു വെഹിക്കിളിൻ്റെ പ്രൈസിങ് പറയാം. വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ളൊരു പ്രൈസിംഗ് ആണ്. 3,58,000 രൂപയാണ് എക്സ്ഷോറൂം പ്രൈസ് വരുന്നത് കേട്ടോ. അഫോർഡബിൾ റേറ്റിലേക്ക് കിട്ടുന്ന ഒരു ഇലക്ട്രിക് ഓട്ടോയാണിത്. അതേപോലെ തന്നെ മഹീന്ദ്ര ലാസ്റ്റ് മൈൽ മൊബിലിറ്റിയുടെ ഏറ്റവും പുതിയ മോഡൽ ട്രയോ പ്ലസിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് നമ്മൾ ഇപ്പോൾ കവർ ചെയ്തു. അപ്പം ഓവറോൾ മനസ്സിലായ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു ഡ്യൂറബിലിറ്റിയും പെർഫോമൻസും കാര്യങ്ങളും ഒക്കെ ഇപ്പം നല്ല രീതിയിൽ ഒരു ഡെയിലി നല്ല ഓട്ടോ ഉള്ള ആളുകൾക്കൊക്കെ എന്തായാലും കംഫർട്ടബിൾ ആയിട്ട് ചൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഇലക്ട്രിക് ഓട്ടോയാണിത്. അതേപോലെ തന്നെ ബെസ്റ്റ് വാറണ്ടിയും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ കൂടെ ഡീറ്റെയിൽസ് ഒക്കെ അറിയേണ്ടവർക്ക് നിങ്ങളുടെ തൊട്ടടുത്തുള്ള മഹീന്ദ്ര 3-വീലർ ഓട്ടോ ഷോറൂം വിസിറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ ഒരു വീഡിയോ മാക്സിമം എല്ലാവർക്കും യൂസ്ഫുൾ ആയി എന്ന് തന്നെ വിശ്വസിക്കുന്നു. ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മുടെ കമൻറ്റിൽ ഒന്ന് ഷെയർ ചെയ്യുക. അതേപോലെ തന്നെ നമ്മുടെ വീഡിയോ മാക്സിമം എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ആ ബെൽ ബട്ടനോട് ഒന്ന് ക്ലിക്ക് ചെയ്തോളൂ. താങ്ക് യു ഫോർ വാച്ചിങ്.